Srinarayana Guru Open University degree classes. We are studying Introduction to Mass Communication, Block 4, Unit 5, Normative Theories of Press. ഇവിടെ നമ്മൾ കുറെ അധികം തിയറീസ്, നോർമേറ്റീവ് തിയറീസ്, പ്രസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള, മീഡിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല സിദ്ധാന്തങ്ങൾ, ഏതാണ്ട് 5ഓളം സിദ്ധാന്തങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് ബ്രീഫ് ആയിട്ട് ഓരോ സിദ്ധാന്തങ്ങളും എന്താണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് തിയറി ഈസ് ദ അതോറിറ്റേറിയൻ തിയറി ഓഫ് പ്രസ്. അതോറിറ്റേറിയൻ തിയറി അതായത് ഒരു അധികാരവുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണല്ലോ അതോറിറ്റി, അധികാരം അല്ലെ. ഇപ്പൊ ഒരു അതോറിറ്റേറിയൻ തിയറി നമുക്ക് നോക്കാം. ഇത് പ്രസ്സിന് മുകളില് ഒരു അതോറിറ്റി അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തം, അതായത് ഒരു വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം ഡിസ്കസ് ചെയ്യുന്നത്. ദ അതോറിറ്റേറിയൻ തിയറി ഓഫ് പ്രസ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയറീസ് ഇൻ മീഡിയ സ്റ്റഡീസ്. മീഡിയ സ്റ്റഡീസിലെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പഴക്കം ഉള്ള ഒരു സിദ്ധാന്തമാണ് ഇത്. ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഇൻ 16th and 17th century. ഒരു 16-17 നൂറ്റാണ്ടുകളിലാണ് ഈ സിദ്ധാന്തം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് റൂട്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് മീഡിയ ഷുഡ് സെർവ് ദ ഗവൺമെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. മീഡിയ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റിന്റെ റൂള് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ ഓർഡറും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയ പ്രവർത്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ്? മീഡിയ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അക്കോർഡിംഗ് ടു ദ ആക്ട് ഓഫ് ഗവൺമെന്റ് ഓർ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗവൺമെന്റ്, അങ്ങനെ മീഡിയ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അതോറിറ്റേറിയൻ തിയറിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ഒരു കൺട്രോളിലായിരിക്കും മീഡിയ പ്രവർത്തിക്കുന്നത്. മീഡിയ ഓപ്പറേറ്റ്സ് അണ്ടർ സ്ട്രിക്റ്റ് ഗവൺമെന്റ് കൺട്രോൾ. ദെൻ ഗവൺമെന്റിന്റെ കൃത്യമായ സൂപ്പർവിഷനിൽ, ഗവൺമെന്റിന്റെ കൃത്യമായ ഒരു പ്രോഗ്രാം കൃത്യമായി അത് സ്ക്രൂട്ടിനി നടത്തിയതിനു ശേഷം, സ്ക്രീനിങ് നടത്തിയതിനു ശേഷമാണ് ആ പ്രോഗ്രാം പുറത്തുവിടുന്നുള്ളൂ. കാരണം ഇതിൽ എന്തെങ്കിലും ആന്റി ഗവൺമെന്റ് എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഡിസിന്റഗ്രേഷൻ ഉണ്ടാക്കുന്ന, ഒരു ഗവൺമെന്റിന് വിരുദ്ധമായിട്ടുള്ള മനോഭാവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും എലമെന്റ് അതിലുണ്ടോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം, ഉണ്ടെങ്കിൽ അതിനെ സ്ക്രീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം വിടുന്ന ഒരു രീതി. ദെൻ ലൈസൻസിങ് ആൻഡ് സെൻസർഷിപ്പ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ അതോറിറ്റീസ് ലൈസൻസസ് ഇമ്പോസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവര് കൃത്യമായ സെൻസർഷിപ്പോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാംസിനെയൊക്കെ അനലൈസ്, കാരണം സെൻസർ ചെയ്തിട്ട് എന്തെങ്കിലും ആന്റി ഗവൺമെന്റ് ഫാക്ടേഴ്സ് അതിലുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടാണ് അതിനെ പുറത്തുവിടുന്നത്. ദെൻ ലിമിറ്റഡ് ഫ്രീഡം, ഓഫ് കോഴ്സ് മറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. സെൻസർഷിപ്പും കൃത്യമായ ലൈസൻസിങ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീഡം ഉണ്ടോ? ഇല്ല. സോ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ആണ് നൽകുന്നത്. ഫുൾ ഓഫ് റെസ്ട്രിക്ഷൻസ്, അതാണ് ഈ ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ദെൻ പണിഷ്മെന്റ് ആൻഡ് ഡിസെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എന്തെങ്കിലും തരത്തിലുള്ള മീഡിയ ഈ ലൈസൻസിനോ അല്ലെങ്കിൽ സെൻസർഷിപ്പിനോ ഒക്കെ എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസ് ഇതിനെയൊക്കെ മറികടന്ന് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ പണിഷ്മെന്റും ഫൈനും ഈടാക്കും. അതാണ് ഫൈനും അല്ലെങ്കിൽ പണിഷ്മെന്റ് ഫോർ ഡിസെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ സ്റ്റേറ്റ് കൺട്രോൾസ് ഇസ് നെസസറി മെയിൻ്റെനൻസ് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് അത്യാവശ്യമാണെന്നുള്ള ഒരു വാദം, അതായത് ജനങ്ങള് ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മീഡിയ ഈസ് സീൻ ആസ് എ ടൂൾ ഓഫ് എഡ്യൂക്കേറ്റ് ആൻഡ് ഗൈഡ് ദ പബ്ലിക് ഇൻ ലൈൻ വിത്ത് സ്റ്റേറ്റ്സ് ഇൻട്രസ്റ്റ്. അതായത് the media should be act accordance with the interest of state, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് അപ്ഹോൾഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ്. അതിങ്ങനെ കൃത്യമായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നു അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് മീഡിയയുടെ ഡ്യൂട്ടി. അതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മറ്റൊരു സിദ്ധാന്തം, സെക്കൻഡ് വൺ ഈസ് ലൈബർട്ടേറിയൻ തിയറി ഓർ ലിബർട്ടേറിയൻ തിയറി ഓഫ് പ്രസ്. Okay, so നമുക്ക് നോക്കാം what is libertarian theory of press. It's emphasize freedom of press and minimal government interference. അതായത് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് തീരെ കുറച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച അതോറിറ്റേറിയൻ തിയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് അതോറിറ്റേറിയൻ തിയറിയിൽ ഗവൺമെന്റിനായിരുന്നു അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ അത് കുറച്ചു. ഇവിടെ ഒരു ലിബർട്ടി, അല്ലെ, ലൈബർട്ടേറിയൻ എന്ന് പറയുമ്പോൾ ലിബർട്ടി ആണ് കൊടുക്കുന്നത്, പ്രസ്സിനാണ് ലിബർട്ടി കൊടുക്കുന്നത്. ഓക്കെ, സോ
ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് കുറച്ചു. അഡ്വക്കേറ്റിംഗ് ദ മീഡിയ ഷുഡ് ഓപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ മീഡിയക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അതിൽ ഡിബേറ്റുകളെയൊക്കെ എൻകറേജ് ചെയ്യുന്നു. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഡിബേറ്റുകൾ, ഇറ്റ് ക്യാൻ ബി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഡിബേറ്റ്സ് ആവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വളരെ ട്രാൻസ്പെറന്റ് ഡിബേറ്റുകൾക്കൊക്കെ അനുമതി കൊടുക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു 16th and 17th സെഞ്ചുറിയിലാണ് നമ്മൾ നേരത്തെ പഠിച്ച അതോറിറ്റേറിയൻ തിയറി വരുന്നത്. എന്നാൽ 17th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഈ ഫ്രീഡം എന്നുള്ളത്, ലിബർട്ടി എന്നുള്ളത് ആളുകളുടെ ജീവശ്വാസമായിട്ട് വരുന്ന, ഇപ്പൊ ജോൺ ലോക്കിനെയും അതുപോലെ ജോൺ മിൽട്ടനെയും ഒക്കെ പോലെയുള്ള ഈ ലിബർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന യൂട്ടിലിറ്റേറിയൻ ഫിലോസഫേഴ്സിന്റെ ഒരു കാലഘട്ടമാണ്. സോ അവര് പറയുന്നത് ഫുൾ ഫ്രീഡം വേണം, അല്ലെ? വ്യക്തി ജീവിതത്തിൽ ആരും ഇടപെടാൻ പാടില്ല. each one have the liberty to act accordance with their own will, അല്ലെ? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്, മനസ്സിന് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ വേണം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രിക്റ്റ് ആവാൻ പാടില്ല. മാരേജ്, ഫാമിലി, ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. they want to be full free. അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ മിൽട്ടണും അതുപോലെ ലോക്കും ഒക്കെ കൊണ്ടുവന്നത്. സോ അതിന്റെയൊക്കെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് വന്ന ഒരു സിദ്ധാന്തമായിരുന്നു ഇത്. അപ്പൊ ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫ് കോഴ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതായത് എന്താണോ ഒരു മീഡിയക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം. വാട്ട് ദേ വാണ്ട് ടു എക്സ്പ്രസ് അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ദെൻ മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ്, അതായത് ഇത് ഐഡിയകളുടെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ദ ബെസ്റ്റ് ഐഡിയ ആൻഡ് റിസൾട്ട് വിൽ നാച്ചുറലി എമർജ് ഫ്രം ദ ഓപ്പൺ ഡിസ്കഷൻസ് ആൻഡ് കോമ്പറ്റീഷൻസ് എമംഗ് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. അതായത് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് തമ്മിലുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻസിൽ നിന്നാണ് പുതിയ ഐഡിയകൾ വരുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. അതായത് ഐഡിയകളുടെ, ആശയങ്ങളുടെ ഒരു കമ്പോളമാണ് ഈ മീഡിയകളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിലൂടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആണ്, അല്ലെ? അതായത് സ്വതന്ത്രമായ ചർച്ചകൾ വരണം. ആ സ്വതന്ത്രമായ ചർച്ചകളിൽ നിന്നാണ് പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് പ്രസ് സെർവ് ആസ് എ ചെക്ക് ഓൺ ഗവൺമെന്റ് പവർ, എക്സ്പോസിങ് കറപ്ഷൻ, ദെൻ ആൻഡ് ഹോൾഡിംഗ് ലീഡേഴ്സ് അക്കൗണ്ടബിൾസ്. അതായത് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ ചെക്കിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റണം. ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ട് അവർക്ക് തോന്നുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല. ജനങ്ങളാണ് സുപ്രീം. ബിക്കോസ് ഇറ്റ്സ് ഇൻ എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാളും പവർ ആർക്കാണ്? ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ വില്ല് നടപ്പിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ എന്ത് ആയിരിക്കണം? അവർക്ക് കൃത്യമായിട്ട് ഗവൺമെന്റിനെ വാച്ച് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഇഫ് ദേ വോണ്ട് കറക്റ്റ് ചെയ്യാനും സാധിക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ജേർണലിസ്റ്റിക് റെസ്പോൺസിബിലിറ്റി. ഈ ജേർണലിസ്റ്റിക് റെസ്പോൺസിബിലിറ്റി ഉള്ള തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് ഒരു ഉത്തരവാദിത്വം, ജേർണലിസ്റ്റുകളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് റെസ്പോൺസിബിലിറ്റി. ഓൾദോ ഫ്രീ ഫ്രം കൺട്രോൾ, ജേർണലിസ്റ്റ് ആർ എക്സ്പെക്ടഡ് ടു ആക്ട് എത്തിക്കലി ആൻഡ് റെസ്പോൺസിബിളി. അപ്പോൾ നമുക്കറിയാം ഫ്രീ ആയിരിക്കണം പ്രസ്, ജേർണലിസ്റ്റുകള്, ജേർണൽസ്, എവ്രിതിങ് വിൽ ബി ഫ്രീ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഫ്രീ ആയിരിക്കുമ്പോൾ ജേർണലിസ്റ്റുകൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഫ്രീ ആണെന്ന് ഓർത്ത് ആർക്കെതിരെയും എന്തും പറയാനുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കാൻ പാടില്ല. ഒരു വ്യക്തിക്കെതിരെ, വ്യക്തിയുടെ ഇനി ഒരു സ്വകാര്യതയിലേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള ഫ്രീഡം ഈ ഒരു സിദ്ധാന്ത പ്രകാരം ഒരു ജേർണലിസ്റ്റിനുണ്ട്. പക്ഷേ ജേർണലിസ്റ്റ് എന്തായിരിക്കണം? ജേർണലിസ്റ്റ് ഒരു മൊറാലിറ്റി ഉള്ള ആളായിരിക്കണം. ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഭയങ്കര മോശമായിട്ട് വിനിയോഗിക്കാൻ പാടില്ല. കൃത്യമായിട്ട് മീഡിയയുടെ അതിർവരമ്പുകള് അല്ലെങ്കിൽ അതിന്റെ മൊറാലിറ്റിയുടെ ഒരു അതിർവരമ്പൊക്കെ നോക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന തരത്തിലേ ജേർണലിസ്റ്റ് പ്രവർത്തിക്കാവൂ. ദാറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ജേർണലിസ്റ്റ്. സോ ഇത് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റണം. സോ ഇന്നത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാണ്. മീഡിയ കിട്ടുന്ന ഫ്രീഡം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? പരമാവധി അവരുടെ ആ മീഡിയയുടെ താല്പര്യം അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ വ്യക്തിക്കോ, വ്യക്തി സ്വാതന്ത്ര്യത്തിനോ, വ്യക്തിയുടെ ആത്മാഭിമാനത്തിനോ ഒന്നും യാതൊരു തരത്തിലുള്ള
വാല്യൂവും കൽപ്പിക്കാത്ത രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ജേർണലിസ്റ്റിക് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ജേർണലിസ്റ്റ്. ഓക്കെ, ദെൻ ഇൻഡിപെൻഡന്റ് ഓണർഷിപ്പ് ആണ്. മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആയിരിക്കണം. ദെൻ പബ്ലിക് ഡിബേറ്റ്സ്, ഓഫ് കോഴ്സ് പബ്ലിക് ഡിബേറ്റ്സിനുള്ള സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അവിടെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഓവർ ഫ്രീഡം ലഭിച്ചു കഴിയുമ്പോൾ അവർക്ക് യാതൊരുവിധ കടിഞ്ഞാണും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു മോശമായിട്ടുള്ള പ്രവണതയിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ സെക്കൻഡ് തിയറി. ദെൻ വി ആർ മൂവിങ് ടു ദ തേർഡ് വൺ, ദാറ്റ് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. ഓക്കെ, അപ്പൊ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് നോക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ഓഫ് പ്രസ് emphasize that media should serve the public interest while remaining free from excessive government control. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലൈബർട്ടേറിയൻ തിയറിയിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആണെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ കോമൺ വില്ലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ മീഡിയ പ്രവർത്തിക്കുക. മറ്റേത് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം എക്സ്റ്റേണൽ കൺട്രോൾ ഓർ ഗവൺമെന്റൽ കൺട്രോൾ ആയിരുന്നു. എന്നാൽ ഇവിടെ ഗവൺമെന്റ് ഈ സൊസൈറ്റിയുടെ മേൽ എക്സസീവ് കൺട്രോൾ ചെലുത്തുന്നതിൽ നിന്നും ഒരു ചെക്കിംഗ് ഫോഴ്സ് ആയിട്ട് മീഡിയ പ്രവർത്തിക്കുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമ്മള് ഗവൺമെന്റിന്റെ ഒരു അമിതമായ കൺട്രോള്, അതായത് ജനങ്ങളെയും സൊസൈറ്റിയെ മൊത്തത്തിലും പ്രത്യേകിച്ച് ഇങ്ങനെ ആവുമ്പോൾ ഒരു ഡെവലപ്മെന്റ് പോസിബിൾ അല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാകും. അതായത് ഗവൺമെന്റിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനോ ചെക്ക് ചെയ്യാനോ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടൂളായിട്ട് മീഡിയ പ്രവർത്തിക്കുക. ഇറ്റ് സീക്സ് എ ബാലൻസ് ബിറ്റ്വീൻ പ്രസ് ഫ്രീഡം ആൻഡ് അക്കൗണ്ടബിലിറ്റി, അസേർട്ടിംഗ് ദാറ്റ് മീഡിയ ഹാസ് എ മോറൽ ഒബ്ലിഗേഷൻ. സോ മീഡിയക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കടപ്പാട് മീഡിയക്കുണ്ട്. അപ്പോൾ അത് അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ മീഡിയ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ ദ മീഡിയ ഷുഡ് ബി ട്രൂത്ത്ഫുൾ, ഒബ്ലിഗേറ്റ് ആൻഡ് അക്യുറേറ്റ്. കൃത്യമായ വിവരങ്ങളായിരിക്കണം. ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ അവതരിപ്പിക്കരുത്. അതുപോലെ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ കരിവാരി തേപ്പുകൾ ഒഴിവാക്കണം. പിന്നെ അതുപോലെ ഇന്ന് പൊതുവെ നമ്മൾ കാണുന്ന ഒരു സത്യസന്ധമല്ലാത്ത വിവരങ്ങള്, പെർവേർട്ടഡ് ന്യൂസസ് അല്ലെ, വളച്ചൊടിച്ച വികൃതമാക്കിയ ന്യൂസുകളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് പല ചാനലുകൾ വഴി. അപ്പോൾ ഇത്തരം പ്രവണതകളെയൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇതാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. സോ ഇതിന്റെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മീഡിയ റെസ്പോൺസിബിലിറ്റി. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് മീഡിയ റെസ്പോൺസിബിലിറ്റി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മീഡിയക്ക് എന്താണ് മീഡിയയുടെ ഡ്യൂട്ടി എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. മീഡിയയുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് മീഡിയക്ക് നല്ല ധാരണ വേണം. ഇതിന് എത്തിക്കൽ ജേർണലിസം, ധാർമ്മിക വശങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയായിരിക്കണം. ദെൻ ഡൈവേഴ്സ് റിപ്രഷൻ ആണ് മറ്റൊന്ന്. മീഡിയ ഷുഡ് പ്രസന്റ് എ വൈഡ് റേഞ്ച് ഓഫ് വ്യൂ പോയിന്റ്സ് ആൻഡ് സെർവ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ പബ്ലിക് ഡിബേറ്റ്. ഒരു പബ്ലിക് ഡിബേറ്റിനുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ റിപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം മീഡിയയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി എന്താണെന്ന് നോക്കാം. മോഡേൺ അടുത്ത സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത് ഡെവലപ്മെന്റൽ തിയറി ആണ്. ഡെവലപ്മെന്റൽ തിയറി ഇത് ഫോർത്ത് വൺ ആണ്. ഡെവലപ്മെന്റൽ തിയറിയിൽ ദ ഡെവലപ്മെന്റ് തിയറി ഓഫ് പ്രസ് എംഫസൈസ് ദ റോൾ ഓഫ് മീഡിയ ഇൻ സപ്പോർട്ടിംഗ് നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് പ്രോഗ്രസ് ഓഫ് എമർജിംഗ് ഡെവലപ്പിംഗ് നേഷൻസ്. അതായത് രാജ്യത്തിന്റെ വികസനവും ഉന്നമനവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം, അതാണ് ഡെവലപ്മെന്റ് സിദ്ധാന്തം പറയുന്നത്. It posites that the media that work in partnership while the government to foster development goals and promote positive services. അപ്പോൾ ഈ ചാനലുകളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു പ്രധാന അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് നാഷണൽ ഇന്റഗ്രിറ്റിയും നാഷണൽ പ്രോഗ്രസും ഡെവലപ്മെന്റ് അല്ലെ, നാഷണൽ ഡെവലപ്മെന്റിനെ
ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരിക്കണം മീഡിയയുടെ ഒരു ഡ്യൂട്ടി. സോ ഇവിടെ ഇതിന്റെ പ്രിൻസിപ്പിൾസ്, കീ പ്രിൻസിപ്പിൾസ് നോക്കുമ്പോൾ മീഡിയ ആസ് എ ഡെവലപ്മെന്റ് ടൂൾ, തീർച്ചയായിട്ടും മീഡിയ ഒരു ഡെവലപ്മെന്റ് ടൂൾ ആയിട്ട് പ്രവർത്തിക്കുക. അതായത് ഈ ഗവൺമെന്റ് പ്രൊജക്ടുകളെയും പ്രോഗ്രാമുകളെയും പോളിസീസിനെയും ഒക്കെയാണ് ഗവൺമെന്റിന്റെ ഇത്തരം പദ്ധതികളെയൊക്കെ മീഡിയ നന്നായി സപ്പോർട്ട് ചെയ്യണം. കാരണം അത് ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ മീഡിയ അതിനെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ അത് പെട്ടെന്ന് തന്നെ വേരോട്ടം കിട്ടും, ആ പദ്ധതി പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കും. സോ ജനങ്ങൾക്കും ഗവൺമെന്റിനും ഇടയിലുള്ള ഒരു എന്താ പറയാ, ഒരു മധ്യവർത്തിയായിട്ട് ഈ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഇത്തരം പദ്ധതികൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്താൻ സഹായിക്കും. ദെൻ ഗൈഡഡ് ഫ്രീഡം, ഇവിടെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഗൈഡഡ് ഫ്രീഡം. അതായത് ഈ മാധ്യമങ്ങൾക്ക് കംപ്ലീറ്റ് കയറൂരി വിട്ട ഫ്രീഡം കൊടുക്കുന്നില്ല, മറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീഡം മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ദെൻ പോസിറ്റീവ് റിപ്പോർട്ടിംഗ് ആയിരിക്കും. അതായത് പോസിറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നല്ല വശങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിങ്. അതായത് നല്ല വശങ്ങളെ പറയുമ്പോൾ അതിന് നമുക്ക് മോശം കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യുമെന്നല്ല അർത്ഥം, മറിച്ച് അതിന് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമീപനം, ആളുകളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സമീപനം. ദെൻ ലിമിറ്റഡ് ക്രിറ്റിസിസം, അതായത് ഗവൺമെന്റ് പോളിസികളെ അടച്ചാക്ഷേപിച്ച് നമ്മളുടെ ഒരു ആന്റി ഗവൺമെന്റ് ഫീലിംഗ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അഞ്ചാമത്തെ സിദ്ധാന്തമാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി എന്ന് പറയുന്ന ഫിഫ്ത്ത് തിയറിയാണ്. ദ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി ഓഫ് പ്രസ് എമർജ്ഡ് ആസ് എ response to the perceived dominance of large media organization and that need for more localized പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. ഇത് ഒരു വലിയ മീഡിയ പ്രവർത്തനം, അതായത് ഒരു ഡീസെൻട്രലൈസ്ഡ് മീഡിയ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഒരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു മീഡിയ പ്രവർത്തനം, അത് ലോക്കൽ ഏരിയകളെയൊന്നും അതിൽ കാര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. സോ അവിടെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, എല്ലാവർക്കും ഇൻവോൾവ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു മീഡിയ ആക്ടിവിറ്റി. അപ്പൊ ഇതിന്റെ ഒരു കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഡീസെൻട്രലൈസേഷൻ ഓഫ് മീഡിയ, മീഡിയയുടെ ഡീസെൻട്രലൈസേഷൻ, അതായത് ഒരു സെൻട്രൽ അതിന് കേന്ദ്രീകരണം അല്ലെ, മാധ്യമങ്ങളുടെ ഒരു കേന്ദ്രീകൃത പ്രവർത്തനം ഒഴിവാക്കിയിട്ട് ആളുകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് എല്ലാവർക്കും വികേന്ദ്രീകൃതമായിട്ട് മീഡിയ പ്രവർത്തനം നടക്കുന്ന ഒരു സിറ്റുവേഷൻ. ദെൻ ആക്റ്റീവ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതിൽ നല്ല പങ്കാളിത്തം വരും. ദെൻ ഡൈവേഴ്സ് റെപ്രസെന്റേഷൻ, അതായത് ഇറ്റ് എൻഷുവേഴ്സ് മീഡിയ റിഫ്ലക്ട്സ് ഓൺ ദ വോയിസ് ഓഫ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓൾസോ. ഈ മാർജിനലൈസ്ഡ് സെക്ഷനുകളുടെ എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയൊക്കെ ശബ്ദവും അവരുടെ ആവശ്യങ്ങള്, അവരുടെ പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ മീഡിയ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ മീഡിയ കവർ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം. ദെൻ കമ്മ്യൂണിറ്റി ഫോക്കസ്, ഇവിടെ മെയിൻ ആയിട്ട് കമ്മ്യൂണിറ്റിയെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ജനങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഫ്രീഡം ഓഫ് സ്റ്റേറ്റ് ഓഫ് മാർക്കറ്റ്, ഈ സ്റ്റേറ്റിന്റെയും മാർക്കറ്റിൽ നിന്നും ഒക്കെയുള്ള ഫ്രീഡം അല്ലെ, ഫ്രീഡം ഫ്രം സ്റ്റേറ്റ് ഓർ മാർക്കറ്റ്, ഈ മാർക്കറ്റിന്റെ അതിപ്രസരത്തിൽ നിന്നും രാഷ്ട്രത്തിന്റെ അമിതമായിട്ടുള്ള അധികാരം ചെലുത്തലിൽ നിന്നും ഒക്കെയുള്ള ഒരു ഫ്രീഡം. അപ്പോൾ ഇതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പഠിച്ചത് 5 പ്രധാനപ്പെട്ട മീഡിയ തിയറീസ് ആണ്. സോ ഇതോടുകൂടി നമ്മുടെ ഈ 4th ബ്ലോക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മുടെ 5th ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.